ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലമൊക്കെ പുറത്തു വന്നു. ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ സന്തോഷത്തിലേക്കാണ്. തോറ്റവരൊക്കെ വീട്ടിന്റെ മൂലക്ക് പോയിരുന്നുണ്ട്, കുത്തിയിരുന്നുണ്ട്, കരയുന്നുണ്ട്, ചിലരൊക്കെ പ്രാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ കുറച്ച് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. കുറച്ച് വേട്ടാവളിയന്മാരും കുറച്ച് വേട്ടാവളിയന്മാരും. അപ്പൊ ഇവര് ഒരിക്കലും ജയിക്കരുതെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മുടെ കേരളത്തിലെ മലയാളികൾ, പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ. ജാതി മത ഭേദമന്യേ ഈ നാട്ടിൽ വർഗീയതയ്ക്ക് എതിരെ വിധി എഴുതിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ആയിരുന്നു ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ UDF വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. 4 കോർപ്പറേഷനുകളാണ് ഇപ്രാവശ്യം UDF പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ LDFനും ഒരു കോർപ്പറേഷൻ BJPക്കും ലഭിച്ചിട്ടുണ്ട്. അത് മതേതരത്തിന് ഏറ്റ ഏറ്റവും വലിയ ഒരു അടിയായിട്ടാണ്. കാരണം തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ BJP അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 പാർട്ടിക്കാരുടെയും കഴിവില്ലായ്മ കൊണ്ടാണ്, അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടുപേരും കൂടെ മാറിയിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തലസ്ഥാന നഗരത്ത് താമര വിരിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സകലമാന പൊട്ടന്മാരെയും മണ്ടന്മാരെയും എല്ലാം അവിടുത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞ് അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് പല പാർട്ടിക്കാർക്കും പങ്കു. തോറ്റ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കൊണ്ടുപോവാണ്. നമ്മുടെ ആദ്യം തന്നെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. 28 വോട്ടുകൾ പിടിച്ചുകൊണ്ട് 8 നിലയിൽ പൊട്ടിയിട്ടുള്ള ലസിത അമ്മായിയാണ് ആദ്യത്തെ ലിസ്റ്റിൽ. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നിരന്തരം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ലിസ്റ്റില് നമ്മുടെ ഈ ചാണകപ്പൊട്ടനാണ്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ നിങ്ങൾ ആരും മറന്നു കാണത്തില്ല അല്ലേ? അവിടുത്തെ PTA പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കൊണാണ്ടർ, അവൻ ആ ഒരു വിഷയം ഉണ്ടാക്കിയതിന് ശേഷം ജോഷി കൈതവളപ്പൽ എന്ന് പറയുന്ന ഈ ഒരു ഒന്നാന്തരം ക്രിസംഗി വേട്ടാവളയും 8 നിലയിൽ പൊട്ടി എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കോടിയേരി സഹാബിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ള ഒരു വേട്ടാവളിയത്തിൽ 8 നിലയിൽ പൊട്ടി എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. പന്തളം നഗരസഭയിലെ CPM നേതാവായിട്ടുള്ള ലസിത നായർ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പച്ചയ്ക്ക് വർഗീയത പറയാൻ ശ്രമിച്ചതാണ് ഇവരും അവിടെ തോൽക്കാനായിട്ടുള്ള കാരണം. എന്തായാലും ഈ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 5-6 സ്ഥാനാർത്ഥികളിൽ ഈ ചൊറായി എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിയൻ തോറ്റതിന് ശേഷം ജനങ്ങളോട് വന്ന് പറയുന്ന ഒരു വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ മാഡത്തിന്റെ വീഡിയോയും നിങ്ങളൊന്ന് കാണാതെ പോകരുത്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. നമസ്കാരം, ശ്രീധരായാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ വിജയപ്രതീക്ഷയോട് തന്നെയാണ് പള്ളിപ്പുറം പഞ്ചായത്തിലെ 8ാം വാർഡിൽ മത്സരിച്ചത്. കാരണം കേവലം ഒരു 148 വോട്ടേ നമുക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മുടെ വാർഡിൽ നിന്ന് പോവുകയും ചെയ്തു. എങ്കിലും ജനങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ 8ാം വാർഡിൽ മത്സരിച്ചത്. ഈ 2ാം സ്ഥാനത്തിനൊന്നും ഇലക്ഷനിൽ പ്രസക്തി ഇല്ലെന്നറിയാം. എങ്കിൽ പോലും ഇവിടുത്തെ പ്രവർത്തകരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ സമയത്ത് നന്ദി പറയാണ്ട് പോണത് ശരിയല്ലെന്ന് തോന്നി. എങ്കിലും കേവലം 65 വോട്ടിന് പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ 467 വോട്ട് വാർഡിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചു. CPM 3ാം വാർഡിന്റെ പ്രതിനിധിയായിരുന്ന CPM 3ാം സ്ഥാനത്തോട്ടായി പോയി. നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. എങ്കിൽ പോലും അത് വിജയം തന്നെയാണ്, തെരഞ്ഞെടുപ്പിൽ വിജയം തന്നെയാണ് പ്രധാനം. 2ാം സ്ഥാനത്തിനൊന്നും പ്രസക്തി ഇല്ല. എങ്കിലും ഇനിയും ഈ വാർഡിനും വേണ്ടി നമ്മുടെ നാടിനും വേണ്ടിയൊക്കെ മുൻപന്തിയിലുണ്ടാകും. പരാജയം വന്നിട്ട് വഴി മാറിപ്പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എല്ലാം നിലവിൽ എങ്ങനെ ഉണ്ടായോ അതുപോലെ പ്രവർത്തിക്കാനുണ്ടാകും. അപ്പൊ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവര് പറയുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് കേട്ടു. നമസ്കാരം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. NDAക്ക് ഏകദേശം 3ഓളം വാർഡ് മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന കരിങ്കുന്നം ഡിവിഷനിൽ നിന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരേ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണ ഈ ഡിവിഷനിൽ നിന്ന് NDAക്ക് ലഭിച്ച 4000ഓളം വോട്ടിനെ 6000ഓളം വോട്ടാക്കി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അടങ്ങുന്ന BJPയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്ന് കേട്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്: കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ എത്ര വോട്ട് പിടിക്കും എന്നൊക്കെ. എന്നാൽ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചോദിക്കപ്പെടുന്നത് BJP എത്ര വോട്ടിന് ജയിക്കും, എത്ര വോട്ടിന് തോൽക്കും എന്നൊക്കെയാണ്. വളരെ നെഗറ്റീവായ ഒരു വാർത്തയാണെങ്കിൽ കൂടി എന്നെ ഇന്ന് അത്രയധികം സന്തോഷിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ഈ വാർത്ത. BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പോലും ഒരു വാർത്തയല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കുറച്ച് വർഷങ്ങൾക്കിപ്പുറം BJPയിലൂടെ കഞ്ഞി അംഗം കുറിക്കുന്ന സ്ഥാനാർത്ഥികൾ
സ്ഥാനാർത്ഥികളുടെ തോൽവി പോലും ഇത്രയധികം വാർത്തയാക്കി കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതും BJPയുടെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. കൂടെ മത്സരിച്ച സഹമത്സരാർത്ഥികളുടെ ഒന്നും തന്നെ ജയമോ തോൽവിയോ വാർത്തയാകാതെ BJP സ്ഥാനാർത്ഥികളുടെ ജയവും തോൽവിയും ഒക്കെ ഇത്രയധികം വാർത്തയാകുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓരോ ജയത്തെയും ഓരോ വോട്ട് പെർസെന്റേജ് വർധനവിനെയും അത്രമേൽ ഭയന്നിരുന്നു എന്നാണ് അർത്ഥം. കേരളത്തിൽ ഇത്തവണ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച CPIMകാരുടെ എണ്ണം 14,000-ലധികവും കോൺഗ്രസുകാരുടെ എണ്ണം 17,000-ലധികവും എന്നാൽ BJPയുടെ എണ്ണം 19,000-ലധികവുമാണ്. കേരളം ഭരിക്കുന്നവർക്കും ഭരിച്ചിരുന്നവർക്കും ഒക്കെ സ്വന്തം ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കാൻ പോലും ആളെ കിട്ടാതെ വരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് BJP എന്ന് പറയുന്ന ഒറ്റ കക്ഷി താമര അടയാളത്തിൽ നിർത്തി 19,000-ലധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. LDFന്റെ സ്വന്തം ജില്ലാ പഞ്ചായത്തായിരുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തെക്കാളും 10,000-ലധികം വോട്ടുകൾ താഴെ പോയി സ്വന്തം ഭരണം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഈ അവസരത്തിൽ പോലും കൊടുത്ത ക്ഷേമ പെൻഷന് കണക്ക് പറയുന്ന ഒരു നേതാവുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും BJPയുടെ കേരളത്തിലെ വളർച്ച വളരെ ഗ്രാജുവലും കോൺസ്റ്റന്റുമാണ്. അതിന് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ശരി, ഞങ്ങളിൽ എത്ര പേർ ജയിച്ചാലും എത്ര പേർ തോറ്റാലും ഞങ്ങളുടെ വോട്ടുകളുടെ എണ്ണം താഴോട്ടല്ല മുകളിലേക്ക് തന്നെയാണ്. മാറ്റം കുതിച്ചുകൊണ്ട് കേരളത്തിന്റെ അതിജീവനത്തിന് കരുത്തു പകർന്ന ഓരോ മഷിയടയാളത്തിനും നന്ദി. കാര്യമാണ് കേട്ടോ. ഇത് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം വോട്ട് ഷെയർ BJPക്ക് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. CPMന്റെ പല കോട്ടകളും തകർത്ത് അവിടെ BJPക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ നാട്ടിൽ മതേതരം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അടിവേര് പൊക്കോണ്ടിരിക്കുകയാണ്. അത് എങ്ങോട്ടാണ് ചോർന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും UDFിലേക്കല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം UDF നല്ല രീതിയിൽ തന്നെ അവർ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അവരുടെ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ CPMന്റെ പല കോട്ടകളിലുമാണ് ഇപ്പോൾ BJP അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അത് ആരുടെ കഴിവുകേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ കഴിവുകേട് തന്നെയാണ്. അത് പരിശോധിക്കപ്പെട്ട് അതിന് കൃത്യമായ രീതിയിൽ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോലും ചിലപ്പം ഈ സാധനം ഉണ്ടാകത്തില്ല എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളം എന്ന് പറയുന്ന ഈ ഒരു നാട്ടിൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് ഇവിടെ നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാക്കന്മാർ അത് മനസ്സിലാക്കി ഇതിൻ്റെ വീഴ്ചകൾ പരിഹരിച്ച് പ്രവർത്തകരെ കൂടെ നിർത്താൻ നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം. കേട്ടല്ലോ, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കല്ലേ എന്നൊരു റിക്വസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കന്മാരോട് ഒരു അഭ്യർത്ഥനയാണ്. ഇനി പാലക്കാട് ജില്ലയിലെ നമ്മുടെ മുനിസിപ്പാലിറ്റി BJP നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. കാരണം വർഗീയ പ്രസ്ഥാനത്തേക്ക് തുടച്ചു നീക്കുക എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണ്. പക്ഷേ നമുക്കെല്ലാം അസ്ഥാനത്ത് അടികിട്ടിയതുപോലെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കിയത്. എന്തായാലും ഇലക്ഷന് മുമ്പ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ സുന്ദര കോമളൻ വില്ലാളി വീരൻ പറഞ്ഞതൊന്ന് കേൾക്കണ്ടേ. 10 സീറ്റ് ഇവർ തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ 10 സീറ്റ് തികച്ചു പിടിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവർ മുന്നണിയായിട്ടും ചിഹ്നത്തിൽ ഇല്ലാതെയും മത്സരിച്ച് 10 സീറ്റ് തികച്ചു പിടിച്ചിട്ടില്ല. കേട്ടല്ലോ അല്ലേ, എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ പറയപ്പെടുന്ന എല്ലാ മേഖലകളിലും നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് താഴേക്കിടയിൽ തന്നെ നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് കേരളത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം അവർ തൂത്തുവാരിയത്. മലപ്പുറം ജില്ലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷം പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടെ മൊത്തത്തിൽ നിന്ന സീറ്റുകളിൽ മൊത്തം അവിടെ UDFും ലീഗും തൂത്തുവാരി എടുത്തു എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനമാണ്. ഈ സാധനത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഈ കാറിൽ കയറ്റി കറങ്ങിയത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം ഈ വർഗീയവാദി ഇവിടുത്തെ ജനങ്ങൾക്ക് എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ പരാമർശങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും